Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെമ്മീൻ കറി തയ്യാറാക്കാം. തേങ്ങയൊക്കെ അരച്ച് മുരിങ്ങക്കയും പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു പുളിയും എരിവൊക്കെ ഉള്ള ഒരു അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 750 ഗ്രാം ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡീവീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റ് ചേരുവകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഏകദേശം 2 കപ്പോളം ചേർത്തിട്ടുണ്ട്. അതുപോലെ എരിവുള്ള 1-2 പച്ചമുളകും ഒരു ടൊമാറ്റോ, യെല്ലോ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പുളി കുറവാണ്, മധുരം കൂടുതലായതുകൊണ്ട് ചെറിയൊരു പുളി കിട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് പച്ചമാങ്ങയും കൂടെ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മുരിങ്ങയ്ക്ക 2ആയിട്ട് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാക്കൂട്ട് അരച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പുളിക്കായിട്ട് ഒരു ചെറിയ കഷ്ണം വാളൻ പുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കാം. അതിനുശേഷം പുളിവെള്ളം പിഴിഞ്ഞെടുക്കാം. ഈ പുളിവെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റ് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം. 2 തവണ ഒന്ന് പൾസ് ചെയ്യുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ക്രഷായി കിട്ടും. ഈ കൂട്ട് നമുക്ക് ചെമ്മീനിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചെമ്മീൻ കറിക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ച് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലോട്ടാക്കി ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് താളിച്ച് ചേർക്കാം. അതിനായിട്ട് മറ്റൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും 2 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീൻ കറിയിലേക്ക് താളിക്കാം. 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം ഈ ഒരു ചെമ്മീൻ കറി മാത്രം മതി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.